ചിന്നക്കനാലിൽ കാട്ടാനകളുടെ രാത്രി നിരീക്ഷണം ശക്തമാക്കണമെന്ന ആവശ്യവുമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്ത് വന്നു. പകൽ കാട്ടാനകളെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും രാത്രിയിൽ യാതൊരുവിധ നിരീക്ഷണവുമില്ല. നിലവിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ശക്തമായ നിരീക്ഷണം നടത്തണമെന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ ആവശ്യം. മേഖലയിലെ കാട്ടാനകൾ പകൽ സമയം ആനയിറങ്കൽ ഡാമിന് സമീപവും ചെമ്പകത്തോഴുകുടി 301 കോളനി സിമന്റ് പാലം മേഖലകളിലാണ് നിലയുറപ്പിക്കുന്നത്. എന്നാൽ രാത്രിയാവുന്നതോടുകൂടി സിംഗുകണ്ടം ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകളിലേക്ക് കാട്ടാനകൾ കടക്കും. തുടർന്ന് വ്യാപകമായി നാശനഷ്ടമുണ്ടാക്കുകയാണ് പതിവ്. പകൽ സമയം RRT സംഘം ആനകളെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും രാത്രികാലങ്ങളിൽ നിരീക്ഷണം ശക്തമല്ല. ഇതിനാൽ തന്നെ ജനവാസ മേഖലയിൽ നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നു. അടിയന്തരമായി ജനവാസ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെടുന്നത്. വനംവകുപ്പ് പകല് വാച്ചർമാരെയും ഫയർ വാച്ചർമാരും ഫോറസ്റ്റുകാരെല്ലാം നിരീക്ഷണത്തിലുണ്ട്. പക്ഷേ സന്ധ്യ ആയി കഴിഞ്ഞപ്പോൾ ഈ RRT ടീമൊന്നും ഇവിടെ പ്രവർത്തിക്കാത്തതിന്റെ ഫലമായിട്ട് ആന അതേ ജനവാസ മേഖലയിലേക്ക് സന്ധ്യയ്ക്ക് തന്നെ ഇറങ്ങുകയാണ്. എനിക്ക് നിരീക്ഷണത്തിന്റെ കുറവാണ്. മൂന്നാറിലൊക്കെ ഡ്രോണൊക്കെ പറത്തിയുള്ള നിരീക്ഷണം ഉണ്ട്. അതുപോലെ ചിന്നക്കനാലിലും ഉണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കുമെന്നാണ് നമ്മുടെ ഫോറസ്റ്റുകാർ പകലുണ്ട്. പകല് ആന പ്ലാന്റേഷനിൽ നിൽക്കുന്നുണ്ട്, അവർ നിരീക്ഷിക്കുന്നുണ്ട്. സന്ധ്യ കഴിഞ്ഞാൽ ആന ജനവാസ മേഖലയിലേക്ക് കയറുമ്പോൾ അവരുടെ കയ്യിൽ അതിനുള്ള ഫോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്കും ഈ ആനയുടെ പുറകെ നടക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. വാച്ചർമാരെല്ലാവരും ഉണ്ട്, പക്ഷേ അവർക്ക് ആനയെ തേടി കണ്ടുപിടിക്കാനുള്ള ഫോഴ്സ് ഒന്നും ഇല്ല. ഇതേസമയം രാത്രികാലങ്ങളിൽ നിരീക്ഷണത്തിനുള്ള ബുദ്ധിമുട്ട് വെളിപ്പെടുത്തി ഇന്നലെ വനം വകുപ്പ് രംഗത്തും വന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.